മയിൽക്കുടകൾ ഉയർത്തുന്നു. ആ മയിൽപീലിയുടെ വർണ്ണമുള്ള കുടകൾ ഉയർത്തുന്നു. മറുപടിയായി ഇത്തവണ പാറമേക്കാവ് അമ്മയ്ക്ക് പറയാനുണ്ട്. ദേവീരൂപമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഏത് നിറങ്ങളിൽ ആവാഹിക്കുകയാണ് കരുത്ത്. പല 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 പച്ചപ്പുകളില്ലെങ്കിൽ എന്ത് ഭൂമി ഈ ശാദ്വലമായ ഭൂമിയെ നിറപ്പകിട്ടുള്ളതാക്കണമെങ്കിൽ, ഈ ഭൂമിയെ ശാദ്വലമാക്കണമെങ്കിൽ തീർച്ചയായും പാറമേക്കാവമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പാറമേക്കാവിന്റെ തട്ടകം മറുപടി പറയുമ്പോൾ ഏതിരുട്ടിനെയും കീറി മുറിക്കാൻ അതേ ദേവീ സാന്നിധ്യം അനിവാര്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു തിരുവമ്പാടി. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ LED ലൈറ്റുകളുടെ കാഴ്ചയ്ക്ക് സാങ്കേതിക വിദ്യയെ സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഇരുവിഭാഗങ്ങളും കുടമാറ്റത്തെ മറ്റൊരു ആലക്തികോത്സവം കൂടിയാക്കി മാറ്റി തീർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തേക്കിൻകാട്ടിൽ കാണുന്നത്. ആ കുട്ടിയെ നോക്കൂ. അതെ, ചിരിച്ചു കളിച്ച് അച്ഛൻ്റെ തോളത്തിരുന്ന് ആടി രസിക്കുന്ന ആ കൊച്ചുമോള് ഈ ഭദ്രയുടെ മറ്റൊരു രൂപമാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് ശക്തിസ്വരൂപിണിയാണ്. അതെ, ആ കുട്ടികൾ നിൽക്കുമ്പോൾ ബാല്യ കൗമാരങ്ങളെ മുഴുവൻ അത് ഇനിയുള്ള ഈ ജന്മം അത്രയും നിറയ്ക്കുന്ന വിധത്തിൽ ബാലാംബികാരൂപിണിയായി ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിനപ്പുറത്തേക്ക് എത്രത്തോളം ശിവലിംഗം കാണുമ്പോൾ അതിനപ്പുറത്ത് വാസുകിയുണ്ട്, പരമശിവനുണ്ട്, എല്ലാമുണ്ട്. എല്ലാ സങ്കല്പങ്ങളും ഒന്നിലേക്ക് സമ്മേളിക്കുന്നത് പോലെ ദേവീദേവന്മാരുടെ സമ്മേളന സംഗമ ഭൂമികയായി ഈ പൂരനഗരി മാറുകയാണ്. പറഞ്ഞ പോലെ ബാലാംബികയിൽ നിന്ന് ശക്തി സ്വരൂപിണിയിലേക്കുള്ള വളർച്ചയാകട്ടെ, ഓരോ സ്ത്രീക്കും ശക്തിയുക്തം ധീരതയോടെ മുന്നോട്ടു പോകാനുള്ള കരുത്താകട്ടെ ഓരോ സ്ത്രീക്കും ഈ പൂരനഗരി സമ്മാനിക്കുന്നത് എന്നാണ്. വീണ്ടും വർണ്ണക്കുടകളിലേക്ക് കടന്നു. രൂപഭാവങ്ങൾ മാറി കുടകളിലേക്ക്, പച്ചപ്പ് നിറഞ്ഞ കുടകളിലേക്ക് കടന്നിരിക്കുന്നു. ലളിതം മനോഹരം, രണ്ട് വാക്കേ പറയേണ്ടു. ലളിതം മനോഹരം. പക്ഷേ ഇരുട്ടിനെയും വെളിച്ചത്തെയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ നിറയ്ക്കുന്ന ആ കാഴ്ച ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവമ്പാടിയാണ്. അത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവമ്പാടിക്ക് ആ കുടയുടെ മനോഹാരിത കൊണ്ടാണ് കൂടുതൽ സമയം അത് കാണികൾക്കായി ആ കുടകളെ അവിടെ നിർത്തുകയാണ്. കുടകൾ പിൻവാങ്ങുന്നു, ആ രൗദ്രരൂപിണി പിൻവാങ്ങുന്നു. ഇനി എന്താണ്, കുടയാണോ അതോ മറ്റേതോ ഭാവമാണോ വരാനിരിക്കുന്നത്? ഈ കുടയ്ക്ക് കൃത്യമായി തിരുവമ്പാടിയുടെ പക്കൽ എന്ത് മറുപടി എന്നതാണ്. പക്ഷെ തിരുവമ്പാടിയുടെ ചലിക്കുന്ന കുടയ്ക്ക്, പാറമേക്കാവിന്റെ ചലിക്കുന്ന കുടയ്ക്ക് തിരുവമ്പാടിയുടെ മറുപടി എന്ന് നരസിംഹരൂപം ഇതാ വന്നിരിക്കുന്നു. തിരുവമ്പാടിക്ക് നരസിംഹമൂർത്തിയാണ്. തൂണിൽ നിന്നും തുരുമ്പിൽ നിന്നും കടന്നെത്തും നരസിംഹമൂർത്തി. ദിവിഷ് ഓം ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം വിശ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാം. അങ്ങനെ നരസിംഹരൂപത്തെ നമ്മൾ കാണുകയാണ്. ഈ നരസിംഹവും നമ്മൾക്കുള്ളിലെ പോരാട്ടമാണ്. ഇതാ ചലിക്കുന്ന കുടകൾക്ക് മറുപടി ചോദിച്ചില്ലേ? അതെ, അതാണിത്. ചലിക്കുന്ന കുടക്കുള്ള മറുപടി പ്രപഞ്ചം തന്നെ ചലിപ്പിച്ചു നിർത്തുന്നു. ഇത്തവണ നരസിംഹം തൂണിൽ നിന്നും തുരുമ്പിൽ നിന്നും കടവും. രാത്രിയോ പകലോ ഇല്ലാതെ ഏത് കവചങ്ങൾ ഉണ്ടാക്കിയാലും അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ഏതേത് കവചങ്ങൾ ഉണ്ടാക്കിയാലും തിന്മയുടെ കവചങ്ങളെ ഭേദിക്കാൻ കടന്നെത്താൻ ത്രാണിയുണ്ട് എന്ന് ദശാവതാരങ്ങളിൽ തെളിയിച്ച നരസിംഹമൂർത്തി ഈ നാടിന്റെ പോരാട്ട വീര്യത്തെ ഉയർത്തിക്കാണിക്കുന്ന തൂണിലും തുരമ്പിലുമുണ്ട് നന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. അതിന് അതിർത്തികളില്ല. നന്മയ്ക്ക് വേണ്ടിയുള്ള മാർഗത്തിൽ ഏതേത് പ്രതിസന്ധികൾ, ഏതേത് തടസ്സങ്ങൾ, ഏതേത് തിന്മകൾ ആവിർഭരണം ചെയ്താലും അതിനെയൊക്കെ തച്ചുടയ്ക്കാൻ പോകുന്ന കരുത്തോടെ നരസിംഹപിത പിറവിയെടുക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി നരസിംഹരൂപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും ഇതാ നരസിംഹരൂപത്തിനുള്ള മറുപടി എന്താണ്? ഇതാ ശിവതാണ്ഡവം ആടുകയാണ്. പരമേശ്വരന്റെ ഏറ്റവും രൗദ്രഭാവത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. ഇത്രയേറെ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പരമേശ്വരൻ പക്ഷേ മനുഷ്യന്റെ ക്രോധങ്ങളെ അടക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരമേശ്വരന്റെ ധരാധരേന്ദ്ര നന്ദിനി വിലാസബന്ധു ബന്ധുര സ്മൃതിദിഗ്ധ സന്തതി പ്രമോദമാന മാനസേ കൃപാകടാക്ഷധോരണി നിരുദ്ധ ദുർധരാപതി ക്വചിത്തിഗംബരേ മനോ വിനോദമേതു വസ്തുനി. രാവണൻ എഴുതിയ ശിവതാണ്ഡവ സ്തുതിയാണത്. രാവണന്റെ ശിവതാണ്ഡവ സ്തുതിയെ ഇതാ കാണുകയാണ്. വെൺകൊറ്റക്കുടകളെ തീവെട്ടികൾ വെൺകൊറ്റക്കുടകളെ മാറ്റിപ്പിടിക്കുന്ന മനോഹരമായ കാഴ്ച. മറുപടിയുണ്ട് സ്വരൂപത്തിലുള്ള മറുപടി. പക്ഷേ കലാരൂപത്തിലാണ്, പച്ചയുടെ ഭാവത്തിൽ നിറഞ്ഞ കഥകളി രൂപത്തിലാണ് ശിവതാണ്ഡവം. ആ ലൈറ്റുകൾ തെളിഞ്ഞു. അതിമനോഹരമായ കാഴ്ച.
ആ കഥകളി രൂപത്തെ നിറങ്ങളുടെ കരുത്തിൽ, നിറങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ലോകത്ത് കണ്ട് ആസ്വദിക്കുകയാണ്. ഏതൊക്കെ സാങ്കേതിക വിദ്യ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും, ഏതൊക്കെ നിറങ്ങളെ കൂട്ടിക്കലർത്തി എന്ന് പറഞ്ഞാലും, കേരളത്തിന്റെ കഥകളിക്ക് സമാനമായ മറ്റൊരു നിറച്ചാർത്തില്ല. അത് മനസ്സിലാക്കുന്നു തിരുവമ്പാടി. ആ സാംസ്കാരിക ചൈതന്യത്തെ സാംസ്കാരിക തലസ്ഥാനത്ത്, കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യത്തെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഉയർത്തിപ്പിടിക്കുകയാണ് തിരുവമ്പാടി. തൃശ്ശിവപേരൂരിന്റെ മണ്ണിൽ, ആ തിരുവരങ്ങിൽ തിരുവമ്പാടി ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യമാണ്.